അത് പറയുമ്പോൾ സത്യവിശ്വാസികൾക്ക് സന്തോഷം വരുന്നുണ്ട്. ഹബീബ് ഈ മാസത്തിലാണ് ജനിച്ചതെന്ന് പറയുമ്പോൾ സത്യവിശ്വാസികൾക്ക് സന്തോഷം വരുന്നുണ്ട്, മുഅ്മിനീങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് സന്തോഷം വരുന്നുണ്ട്. അത് തന്നെയാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ ഖൈർ മുഅ്മിനീങ്ങൾ ഹബീബിനെ കുറിച്ച് പറഞ്ഞ് സന്തോഷിക്കുന്നതാണ്. നിങ്ങൾ ആ സമയം മറ്റെന്തെല്ലാം വാരിക്കൂട്ടാൻ വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ അതിനേക്കാളെല്ലാം ഖൈർ എന്റെ റസൂലിനെ കുറിച്ച് പറയലാണല്ലോ. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ ആചരിക്കുന്നത്. അപ്പോൾ സംശയം, അന്നല്ലേ നബി വഫാത്തായത് പടച്ചോനെ, അന്ന് തലേ കൈയ്യൊക്കെ കരയേണ്ട ദിവസമല്ലേ? നാട്ടിലൊക്കെ ഉണ്ടായ ഏർപ്പാട് അങ്ങനെ നോട്ടീസൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? എന്തോ രസല നോട്ടീസാണെന്നറിയോ? ഞാനത് കണ്ടു. ഇതേ ദിവസമാണ് നബി വഫാത്തായതെന്ന് ഓർക്കണേ. നബിയുടെ വഫാത്ത് നടന്ന ദിവസം മധുരപലഹാരം വിതരണം ചെയ്തിട്ടോ തോരണങ്ങൾ ചാർത്തിയിട്ടോ ആഘോഷിക്കുകയാണോ? നല്ല ചിന്തയാണ്. പക്ഷെ വിവരക്കേട് പറഞ്ഞാൽ എന്താ ചെയ്യാം? പരമമായി വിവരക്കേടാണ് എഴുതി വെച്ചത് പറഞ്ഞത്. ആ പ്രിന്റിങ്ങിന്റെ കോസ്റ്റ് അങ്ങ് പോയി. എന്തെന്നറിയോ? സങ്കടപ്പെടാൻ അല്ലാഹു പറഞ്ഞത് 3 ദിവസമാണ്. ഒരാൾ വഫാത്തായാൽ സങ്കടപ്പെടാൻ, ദുഃഖിതരായിരിക്കാൻ അല്ലാഹു അനുവദിച്ചത് 3 ദിവസമാണ്. 3 ദിവസം. അത് കഴിഞ്ഞ പിന്നെ ദുഃഖാചരണം ഇസ്ലാമിലില്ല. ഭാര്യയ്ക്ക് സങ്കടപ്പെടാം, അവരുടെ ഭർത്താവ് മരണപ്പെട്ടാൽ 4 മാസവും 10 ദിവസവും ഒരു ഭാര്യ സങ്കടപ്പെട്ടിരിക്കണം. എന്നാൽ ലോകത്ത് ആര് മരണപ്പെട്ടാലും 3 ദിവസം കഴിഞ്ഞാൽ സങ്കടപ്പെടരുത് എന്ന് പറഞ്ഞ ദീനാണ് പരിശുദ്ധ ഇസ്ലാം. എന്നാൽ സന്തോഷത്തിന് അതിൽ പറഞ്ഞിട്ടുണ്ടോ? സന്തോഷത്തിന് ദിവസം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിരുകളില്ലാതെ സന്തോഷിക്കാൻ അനുമതി നൽകിയ അല്ലാഹുവിന്റെ ദീനാണിത്. സങ്കടപ്പെടാൻ പറഞ്ഞത് 3 ദിവസം. ദിനകൂട്ടരെ നിങ്ങൾ ദുഃഖാചരണം ആചരിക്കുന്നത് ഇത് അല്ലാഹു പറഞ്ഞതാണോ? ഇത് അല്ലാഹു പറഞ്ഞതാണോ? അല്ല. ഇപ്പൊ മണ്ടത്തരം പറയുന്നത് നല്ല ആശയമാണ്, കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ അത് മണ്ടത്തരമാണ്, വിവരക്കാരാണ് എഴുതി പറയുന്നത്. പിന്നെ ചോദ്യം വരുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലെങ്കിലും ജന്മ ആഘോഷിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയുന്നത് കുറച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ആളുകൾക്ക് നിബിധങ്ങളെ പരിചയപ്പെട്ട് കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മളെ കൂട്ടത്തിലുള്ള നമ്മിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ഈ വിഷയത്തിൽ തിരിയാത്ത ചില വിഷയങ്ങളുണ്ടല്ലോ എന്ന ഖേദം കൊണ്ട് ചില കാര്യങ്ങൾ പറയണം. ആരെയും ആക്ഷേപിക്കുകയോ എതിർക്കുകയോ എനിക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ സത്യം സത്യമായി പറയും. അത് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും സത്യം, എനിക്കത് പ്രശ്നമില്ല. നിബിധങ്ങളും സ്വഹാബത്തും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് മറിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചൂടെ? അങ്ങോട്ടും ചോദിച്ചൂടെ? നബിയും സ്വഹാബികളും ചെയ്തത് മാത്രമേ ഞങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നവരോടൊരു ചോദ്യം. അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബികളിൽ ആരെങ്കിലും ഒരാളോ വെള്ളിയാഴ്ച ദിവസം പച്ച മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നബിയോ സ്വഹാബികളോ ഒരു തവണയെങ്കിലും പച്ച മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെപ്പറ്റി ഞങ്ങൾ ആരും പറഞ്ഞില്ല നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താണെന്നും ശിർക്കാണ് ചെയ്യുന്നതെന്നും. അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബികളോ തലമറക്കാതെ മിഹ്റാബിലേക്ക് നിന്നിട്ടുണ്ടോ നിസ്കരിക്കാൻ നേതൃത്വം കൊടുക്കുമ്പോ? അല്ലാഹുവിന്റെ നബിയോ സ്വഹാബികളോ പാന്റും ഷർട്ടുമിട്ട് തലമറക്കാതെ മിമ്പറിൽ കയറി ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തേ റബീഉൽ അവ്വൽ മാത്രം വരുമ്പോ ഒരു ബേജാറ്? എന്തേ റബീഉൽ അവ്വൽ മാത്രം ഇങ്ങനെ ചോദ്യം? നബിയും സഹാബികളും ചെയ്യൂ എന്ന് പറയുന്നവർ അറബിയിലല്ലേ പ്രയോജനേണ്ടത്? നബി പറഞ്ഞിട്ടുണ്ടോ ആളുകൾക്ക് തിരിയുന്ന ഭാഷയിൽ ഓതി കൊടുക്കണമെന്ന്? പറഞ്ഞിട്ടില്ലല്ലോ, ഒരു ഹദീസുമില്ലല്ലോ. അപ്പൊ വെറുതെ മനുഷ്യന്മാരെ ഫിത്നാക്കരുത്. നമ്മൾ പറയില്ല നിങ്ങൾ ചെറുക്കാൻ ചെയ്യുന്നത്, നമ്മളെ പറ്റി നിങ്ങളും പറയണം. എന്തെന്നറിയോ? നിങ്ങൾക്കതിന് ന്യായീകരണമുണ്ട്, ഞങ്ങൾക്കും ഇതിന് ന്യായീകരണമുണ്ട്. നബിയും സഹാബത്തും ചെയ്തത് മാത്രം ഇസ്ലാമിലുള്ളതെന്ന് പറയാൻ പറ്റുമോ?
അതാരാണ് കൊണ്ടുവന്നത്? മണ്ടത്തരമാണ് ആ പറയുന്ന വാക്കുകൂടെ. അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബികളോ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രസിദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾക്ക് അക്കമിട്ടിട്ടുണ്ടോ? ഒന്നാമത്തെ ആയത്ത്, രണ്ടാമത്തെ ആയത്ത്, മൂന്നാമത്തെ ആയത്തുകൾക്ക് അക്കം തീർത്തിട്ടുണ്ടോ നബിയുടെ കാലത്ത്? ഇല്ല. വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങൾക്ക് സാഇന് 2 പുള്ളി മേലെ, ബാഇന് 1 പുള്ളി താഴെ, സാഇന് 3 പുള്ളി മേലെ, ഫതഹും കസ്റും ദമ്മും നബിയോ സ്വഹാബികളോ ജീവിച്ചിരിക്കുന്ന കാലത്ത് നടന്നിട്ടുണ്ടോ? ഇല്ല. എന്തേ ലോകത്താരും ഇത് ബിദ്അത്താണ് പറയാതിരുന്നത്? വിവരമുള്ള പണ്ഡിതന്മാരാണ്. വിശുദ്ധ ഖുർആനിനെ 30 ജുസ് ആക്കിയിട്ടുണ്ടോ നബിയോ സ്വഹാബികളോ ജീവിച്ചിരിക്കുന്ന കാലത്ത്? ഇല്ല. ഇന്ന് നമ്മൾ ഓതുന്ന ഖുർആൻ 30 ജുസ് അല്ലേ? അതിൽ ഫതഹും കസ്റും ദമ്മുമില്ലേ? എന്റെ സഹോദരങ്ങളോട് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, നബിയും സ്വഹാബത്തും ചെയ്യാത്തത് ശിർക്കും കുഫറും ബിദ്അത്തും ദലാലത്തുമാണെന്ന് പറയുന്നവരോട് ചോദിക്കട്ടെ, ലോകത്ത് ഒരാളും പറയാത്ത, ഒരാളും പറഞ്ഞിട്ടില്ലാത്ത സംഗതികളാണ് ഇതൊക്കെ. മുസ്ലിം ലോകം അംഗീകരിച്ചു വരുന്നില്ലേ ഇതൊക്കെ? മുസ്ലിം ലോകം അംഗീകരിച്ചില്ലേ?